ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതിനകത്ത് അപ്പനും മകനും കൂടി ബാറ്റ് കളിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഇടുവാനായിട്ട് ചില കാരണങ്ങളുണ്ട്. അത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ദൈവവചനം ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യമാണ്. പുരാതനനായ ദൈവം നിൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ചില സന്ദർഭത്തിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു വലിയ രോഗമാകാം, ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയാകാം, വളരെ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാകാം. ഒരിക്കലും നനച്ചിരിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കുമ്പോൾ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ക്രിസ്ത്യാനിയുമായിട്ടിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നാം പകച്ചു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാനും എൻ്റെ മകനുമായിട്ടുള്ള ബന്ധത്തിൽ പകച്ചുപോയ ഒരു ദിവസമുണ്ട്. ആ പകച്ചുപോയ ഒരു ദിവസം ഞാനിങ്ങനെ കർത്താവിനോട് വളരെ പ്രാർത്ഥിച്ചു. ദൈവമേ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ എന്താണ് ദൈവമേ ചെയ്യേണ്ടത്? എൻ്റെ ഭാഗത്തെ വീഴ്ച എന്താണ്, കുറവെന്താണെന്നെല്ലാം ഞാനിങ്ങനെ വളരെ എൻ്റെ ഹൃദയത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിലേക്ക് തന്ന ഒരു വചനമാണ്, പുരാതനനായ ദൈവം നിൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ ഒരു വചനം കിട്ടിയപ്പോൾ മുതൽ എനിക്കൊരാശ്വാസം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. സംഭവങ്ങൾ എന്താണെന്നൊക്കെ പിന്നീട് പോകെ നമുക്ക് പറയാം. ഈ വീഡിയോയിലല്ല, അത് മറ്റ് വീഡിയോയിലൂടെ നമുക്ക് സാക്ഷ്യമായിട്ടൊക്കെ പറയാം. എന്നാൽ അന്നത്തെ ദിവസം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് എന്നുള്ള ആ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ജീവൻ നൽകുവാൻ തക്കവണ്ണം കാരണമായിട്ട് തീർന്നു. കാരണം ഞാൻ അത്രയ്ക്ക് നിരാശയിൽ അകപ്പെട്ടു പോയ ഒരു സമയമായിരുന്നു അത്. ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ചിന്തിച്ച നിമിഷം ദൈവം പറയാണ്, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. നിനക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, നിന്നെക്കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയില്ല, നിന്നെക്കൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിയുകയില്ല, നിന്നെക്കൊണ്ട് ഈ പോരാട്ടത്തിൽ ജയിക്കുവാൻ കഴിയില്ല. പക്ഷേ കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഒരു സംഭവ കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ദേവദാസൻ തൻ്റെ മെസ്സേജിലൂടെ പറഞ്ഞ ഒരു കഥയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു വനാന്തര ഭാഗത്തൂടെ ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു കിണർ അദ്ദേഹം കാണുകയുണ്ടായി. ആ കിണർ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ജിജ്ഞാസ തോന്നിയ കിണറിനകത്തേക്ക് നോക്കി. താഴെ ഇരുട്ടാണ്. അദ്ദേഹത്തിന് അവിടെ ആ കിണറിൽ താഴേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഒരു വലിയ കയറ് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ആ കയറിലൂടെ കിണറിലേക്ക് ഇറങ്ങുവാനായിട്ട് ആ കയറിൻ്റെ ഒരു ഭാഗം കെട്ടി അവിടെ താഴേക്ക് ഇറങ്ങുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം താഴേക്ക് ഇറങ്ങി അങ്ങ് ചെന്നിട്ട് പിന്നീട് നോക്കുമ്പോൾ കയറിൻ്റെ അറ്റത്തെത്തി. പക്ഷേ കിണറിൻ്റെ അഗ്രഭാഗത്ത് തൊടുവാൻ കഴിയുന്നില്ല, മുഴുവൻ ഇരുട്ടാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു. അദ്ദേഹം വിചാരിച്ചു, ഇനി ഈ ശ്രമം ഉപേക്ഷിച്ച് മുകളിലേക്ക് കയറാം എന്ന് വിചാരിച്ച് അദ്ദേഹം മുകളിലേക്ക് കയറുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ മുകളിലേക്ക് കയറുവാൻ ശ്രമിച്ച് 3-4 പിടികൾ കൈകൊണ്ട് പിടിച്ച് അദ്ദേഹം മുകളിലേക്ക് കയറിയെങ്കിലും അദ്ദേഹം വളരെ പരവശനായി തീർന്നു. അദ്ദേഹത്തിന് മുന്നോട്ട് കയറുവാൻ കഴിയാത്ത രീതിയിൽ, മുകളിലേക്ക് കയറുവാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം പരിക്ഷീണനായിട്ട് തീർന്നു. ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് വീണ്ടും അദ്ദേഹം താഴേക്ക് തന്നെ ഇറങ്ങി. ആ കയറിൻ്റെ അഗ്രഭാഗത്ത് തൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചതിന് ശേഷം തൻ്റെ പാദം പരമാവധി ഒരു ടച്ചിങ് കിട്ടുമോ, എവിടെയെങ്കിലും ഭൂമിയുടെ ആ കിണറിൻ്റെ അറ്റത്തൊരു ഒന്ന് തൊടാൻ കഴിയുമോ എന്ന് വിചാരിച്ച്, വളരെ ഇരുട്ടാണ്, അദ്ദേഹം കാലുകൊണ്ട് പരതിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കാലിൻ്റെ പെരുവിരൽ നീട്ടി അദ്ദേഹം എവിടെയെങ്കിലും ഒന്ന് തൊടുവാൻ പറ്റുമോ എന്ന് ഒത്തിരി ശ്രമിച്ചു. എന്നാൽ ഒന്നും കഴിഞ്ഞില്ല. മുകളിലേക്ക് കയറുവാനും കഴിയുന്നില്ല. താഴെ ഇനി എന്തുമാത്രം ആഴമുണ്ട് എന്നറിയില്ല. ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന്, കാരണം പിടിവിട്ടില്ലെങ്കിലും തന്നെ പിടിവിടും, അങ്ങനെ ആ ഒരവസ്ഥയിൽ അദ്ദേഹം തൻ്റെ കൈപ്പിടി ആ കയറിൽ നിന്ന് വിടുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, തൻ്റെ കാല് ഇനി ആ മണ്ണിലേക്ക് കുത്തുവാൻ കേവലം 6 ഇഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് അദ്ദേഹം ആ കിണറിൻ്റെ ആ പരപ്പിൽ കാൽ കുത്തുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നു.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ ജീവിതത്തിലും ചില പ്രതിസന്ധികൾ വരുമ്പോൾ നാം പിടിച്ചു നിർത്തി നമ്മുടെ കഴിവും നമ്മുടെ സ്വാധീനവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും ഒക്കെ ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ നാം ശ്രമിക്കും. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവും നടക്കുകയില്ല. നാം ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സമ്പൂർണ്ണമായിട്ട് വിശ്രമിക്കുമെങ്കിൽ ദൈവം നമുക്ക് കാര്യങ്ങളെ വ്യത്യാസപ്പെടുത്തി തരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഒത്തിരി നിരാശകൾ വരും. കാരണം പിശാച് പറയും, നീ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നുണ്ടോ? നീ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു? എത്ര നാളായി നീ ഉപവസിക്കുന്നു? നീ 7 ദിവസം ഉപവാസം എടുത്തു, നീ 21 ദിവസം ഉപവാസം എടുത്തു, നീ 3 ദിവസം ഉപവാസം എടുത്തു, എന്നിട്ട് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? ഒരു പരിഹാരവും ഉണ്ടായില്ല എന്ന് അവൻ നമ്മുടെ അടുത്ത് നിരാശയുടെ വാക്കുകൾ കൊണ്ടുവരും. എന്നാൽ നാം തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് വിടുതലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു ദൈവ പൈതലിനെ ദൈവം രക്ഷിച്ചിരിക്കുന്നു എങ്കിൽ, വീണ്ടെടുത്തിരിക്കുന്നു എങ്കിൽ, ദൈവത്തിന് അവൻ്റെ മേൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവം അവനെ കൈവിട്ട് കളയുന്ന ഒരു ദൈവമല്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. നാം തിരുവെഴുത്തുകൾ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, 18 വർഷം ഇസ്രായേലിൻ്റെ ഒരു മകള്, ആ സഹോദരി, അവൾ 18 വർഷം കൂനിയായിരുന്നു. ആ പള്ളിയിൽ അവൾ നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അവൾക്ക് ഒരു വിടുതൽ ലഭിച്ചില്ല. വിടുതൽ എന്നാണ് ലഭിച്ചത്? യേശു കർത്താവ് ആ പള്ളിയിലേക്ക് വന്നപ്പോൾ ആ കൂനിയായിരുന്ന മകളെ, സാത്താൻ ബന്ധനത്തിലകപ്പെടുത്തിയിരുന്ന ആ മകളെ കർത്താവ് വിടുവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 18 വർഷം ആ മകളെ സാത്താൻ ബന്ധിച്ചിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ പല കാര്യങ്ങളും, പിശാച് പല കാര്യങ്ങളും നമ്മളെ കെട്ടിവെക്കും. നമ്മുടെ അനുഗ്രഹത്തെ തടഞ്ഞ്, നമുക്ക് രോഗങ്ങളെ തന്ന്, നമുക്ക് പ്രതിസന്ധികളും കുഴപ്പങ്ങളും തന്ന് നമ്മളെ കെട്ടിവെക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ ഒരു ദിവസം നമുക്ക് വിജയമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 35 വർഷം ബെഥസ്ദ കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യൻ, അവന് സൗഖ്യം പ്രാപിക്കാൻ ഒരു വഴിയുമില്ല. എന്നാൽ യേശു അവിടെ വന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എന്നെ വെള്ളത്തിലിറക്കുവാൻ ആരുമില്ല കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ നീ സുഖമാകുക എന്ന് യേശു പറഞ്ഞു. ചില കാര്യങ്ങൾ 35 വർഷം എടുത്തേക്കാം, ചില കാര്യങ്ങൾ 18 വർഷം എടുത്തേക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിൻ്റെ ജീവിതത്തിലെ ഒരു ദുരന്തം, അതെന്തു തന്നെയാകട്ടെ, അതൊരു കഷ്ടതയാകട്ടെ, ഒരു ഞെരുക്കമാകട്ടെ, ഒരു ഒറ്റപ്പെടലാകട്ടെ, ഒരു ജോലിയുടെ തടസ്സമാകട്ടെ, ഒരു രോഗമാകട്ടെ, നീ ആ രോഗത്തെ നോക്കി, ആ സാഹചര്യത്തെ നോക്കി, ആ സാമ്പത്തിക പ്രശ്നത്തെ നോക്കി, നിൻ്റെ കടബാധ്യതയെ നോക്കി നീ പറയണം, നീ ഒരു ദിവസം എൻ്റെ മുമ്പിൽ വീഴും. സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരുമെന്നുള്ള തിരുവെഴുത്തിൻ പ്രകാരം നീ പറയണം, നിൻ്റെ പേരുപയോഗിച്ച്. ഞാനിങ്ങനെ പറയാറുണ്ട്, ബേബി തോമസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അതെ, നമ്മുടെ ദൈവം നമുക്ക് പദവികളും അധികാരങ്ങളും നൽകും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ തച്ച് തകർക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അധികാരങ്ങൾ തരും. നാം നമ്മുടെ വായ കൊണ്ടത് ഏറ്റുപറയണം. ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ചുറ്റുപാടുകളെ നോക്കി നമുക്ക് പ്രശ്നങ്ങളെ കൊണ്ടുവരുന്ന ആ പർവ്വതം അത് മാറിപ്പോകുവാനായിട്ട് നാം പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോയി കടലിൽ ചാടുവാൻ പറഞ്ഞാൽ ഈ മല നീങ്ങിപ്പോയി കടലിൽ ചാടും. അതെ, നമുക്കൊരു ചെറിയ വിശ്വാസമുണ്ടെങ്കിൽ മതി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മല മാറിപ്പോകട്ടെ എന്ന് പറയുമ്പോൾ ആ മല മാറിപ്പോയി കടലിൽ ചാടും. നമുക്കറിയാം, 40 ദിവസം രാവും പകലും ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു മല്ലൻ ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സേന ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ജനങ്ങളുണ്ടായിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ അവിടെ വന്നപ്പോൾ ആ 40 ദിവസത്തെ വെല്ലുവിളി ആ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലൻ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ അഭിഷേകം പ്രാപിച്ച ഒരു ആട്ടിടയൻ വന്നപ്പോൾ അവനെ ഒരൊറ്റയേർ നിലം പതിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് സാധിക്കും, അതിശയങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ എത്ര ഭയങ്കരമാണെങ്കിലും അത് സമഭൂമിയായി മാറും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മലകൾ എത്ര വലുതാണെങ്കിലും അത് നീങ്ങിപ്പോകും. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കോട്ടകൾ എത്ര വലുതാണെങ്കിലും അത് നിർമൂലമായി പോകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.